എല്ലാവർക്കും ഓൾഡ് സ്കൂൾ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ട്രിബ്യൂട്ട് പോഡ്കാസ്റ്റ് ആണ് എടുക്കാൻ പോകുന്നത്. നമ്മളുടെ കുട്ടിക്കാലം മനോഹരമാക്കിയ ഒരാളും കൂടെ വീടമായി സലീംകുമാർ ചേട്ടന് പോയി. അല്ല, ഇന്ന് നോക്കിയാൽ മതി നമുക്ക് മലയാളിക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ഉള്ളൊരു മനുഷ്യനാണെന്ന്. ഇന്ന് നമ്മളുടെ വാട്സാപ്പും ഇത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കിയാൽ മതി. അതിൽ പ്രത്യേകിച്ച് നമ്മൾ പലരും കണ്ടിട്ടുള്ളത് ഇൻസ്റ്റാഗ്രാമിലാണ്, യങ്സ്റ്റേഴ്സാണ് കൂടുതലും. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അച്ഛനും അമ്മയൊക്കെ കുറെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അവർക്കും അത്രത്തോളം അടുത്തിട്ടുള്ള അത്രയും കണക്ട് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് പോയത്. ഞാൻ ഇന്ന് ഇവിടെ വന്നിട്ട് ഒരു 2000 ടൈം സോണിലുള്ള നമ്മളപ്പോഴാണ് ടിവിയും സിനിമകളും ഒക്കെ നമ്മൾ കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോഴൊക്കെ ഉള്ള ഒരു കോമഡി പുള്ളിയുടെ തന്നെ ആയിരുന്നു. കൊച്ചിൻ ഹനീഫ പുള്ളിന്റെ ഗ്രോത്ത് ശരിക്കും നമ്മളെ ഫേസിന്റെ സമയം നമ്മളെ ഗ്രോയിങ് ടൈമിന് തന്നെയായിരുന്നു പുള്ളിന്റെ എപ്പിക് ഐക്കോണിക് സാധനങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങിയത്. പുള്ളി ഇങ്ങനെ മൈൽ സ്റ്റോൺ ഇട്ടിട്ട് വന്ന സമയം നമ്മളായിരുന്നു. അല്ല, അത് ആൾക്കാർക്ക് ഭയങ്കര ഇമ്പാക്റ്റ് ആണ്. എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി അവിടെ പോയി. അപ്പോൾ അവിടെ ചായ കടയായിട്ട് ഇത്തിരി പ്രായമുള്ള ഒരു കടയാണ്. അപ്പം അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് നല്ല പ്രായമുണ്ട്, ഒരു 60-70. ഞാൻ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവർ പറയണുണ്ടായിരുന്നു പുള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട്. അവർ നല്ല മെമ്മറീസാണ് പറയണത്. അതിൽ ഒരേ പുള്ളി പറയണത് ഒരു സിനിമയിലുണ്ട്, മറ്റേ തെങ്ങി കയറാൻ വേണ്ടി കാലിൽ പശുവിൻ്റെ കയറെടുത്ത് കയറിയിട്ട് ഫുള്ള് പോകും, എന്നിട്ട് കുട്ടയെ വച്ചോണ്ട് സീനുണ്ട് പറഞ്ഞിട്ട് അവർ ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം. ഞാൻ അവിടെ ഇരിക്കുകയായിരുന്നു. അപ്പം അവര് പക്ഷെ നല്ല പ്രായമുണ്ട് അവർക്ക്, ഒരു 70 എന്തായാലും വരും. അപ്പം അങ്ങനെയുള്ളവർ തന്നെ പറയുന്നുണ്ട്. എന്നാലും ഭയങ്കര ഇതായിപ്പോയി അവര് തന്നെ സംസാരിക്കണം. ഒരു 56 വയസ്സൊക്കെ ഭയങ്കര എങ്ങാണ് അവര് ഇത് തന്നെ പറഞ്ഞു. ഈ ഏജിന്റെ കാര്യം തന്നെ അവരും പറഞ്ഞത് എങ്ങാണ് ഇപ്പോഴത്തെ കാലത്ത് 56 വയസ്സെന്ന് പറഞ്ഞാൽ ശരിയാണ്, സ്റ്റിൽ എങ്ങാണ്. എനിക്ക് തോന്നുന്നു ആ ഒരു പുള്ളി തന്നെ ഒരു ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു ഫ്രെയിം ഉണ്ടല്ലോ മറ്റേ എന്തേന്നും വന്നില്ല, അതില് പുള്ളി പറയും ഇനി ഞാൻ മാത്രമേ, പുള്ളി എന്ത് കാണുമ്പോൾ പുള്ളിക്ക് ഒരു ഇതുപോലെ തോന്നുന്നു. ബാക്കി എല്ലാവരും പോയി. കുറെ ലെജൻസ് ആണ് അതിലുള്ള, അതില് പുള്ളി മാത്രമേ ബാക്കിയുള്ളൂ എന്നുള്ള ഇങ്ങനെ പറയും. ഇന്ന് നോക്കുമ്പോൾ ഇന്നലെ ഒരു വീഡിയോ ഉണ്ടപ്പോഴും അതെ അങ്ങനെ പുള്ളി മടങ്ങിയെന്നും പറഞ്ഞിട്ടൊരു സാധനം. വീട്ടുകാരും പറയണില്ല, നമ്മളെ വീട്ടുകാരൊക്കെ ഭയങ്കര വിഷമമാണ്. അവർക്കും ആ ഒരു നമ്മള് 2000 അതിലെ സിനിമകളില്ലേ, അതൊക്കെ അവരും പുള്ളി വന്നിട്ടുള്ള ഈ 90s പോലും നമുക്ക് അത് പുള്ളി അന്നത്ര ഫെമിലിയർ ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഫെമിലിയർ ആയത് വൺ മാൻ ഷോയിലെ മറ്റേ ആ ഒരു ഭയങ്കര ഇതാ മറ്റേ ആ ഒരു പശുവിന്റെ സീനൊക്കെ ഉണ്ടോ, അതൊക്കെ ഹെവി സാധനം. പിന്നെ എനിക്ക് ആ സാധനം എന്ന് വെച്ചാൽ നമ്മളെ മറ്റേ VCR CD പ്ലെയർ CD ഒക്കെ വാങ്ങിക്കുന്ന ആ ഒരു സമയത്തൊക്കെയാണ് പുള്ളിയുടെ ആ ഒരു ഗ്രോത്ത് അങ്ങനെ പൊങ്ങി. പുള്ളിയുടെ സിനിമകളൊക്കെ കോമഡി ഒക്കെ നമുക്ക് ഇങ്ങനെ കുറെ തവണ ഇട്ട് കണ്ടുകൊണ്ടിരിക്കാൻ. അതാണ് പറയുന്നത്. നമുക്കാരും നമ്മളൊരു കോമൺ മലയാളി പുള്ളിന്റെ ഒരു ഡയലോഗ് പോലും യൂസ് ചെയ്യാത്തൊരു ദിവസം ഇല്ല. നമ്മൾ സ്ഥിരം എന്തെങ്കിലും ഇപ്പം സദ്യ കഴിക്കാൻ പോകുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന ഡയലോഗാണ് മറ്റേ ചോറിടട്ടെ എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ അടുത്തിരുന്ന് കഴിക്കുന്ന ഒരു സീനുണ്ട്. സലീമിന്റെ അടുത്ത് കഴിയും. അപ്പം ഫുഡ് കഴിക്കുന്ന ഒരു രീതി ഇപ്പം നമുക്ക് തോന്നും നമുക്ക് ഇതാണോ റിസംബ്ലൻസ്. പിന്നെ മണിയറ പിന്നെ ഇത് വൺ മാൻ ഷോയിലുള്ള ഒരു ശാമ്പ്രാണ് വെച്ചോണ്ടിരിക്കുന്ന സീൻ. പിന്നെ മറ്റേ മറ്റേ സിനിമ ഉണ്ടല്ലോ മഴത്തുള്ളിക്കലൊക്കെ ഉണ്ട്, പുലിവാൽ കല്യാണത്തില് അത്രയും നേരം ആ പടം ബോറിംഗ് ആയിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കണം. എന്നിട്ട് പുള്ളി വന്ന് ഇറങ്ങി ഈ കാറ് വന്ന് അവിടെ എത്തുമ്പോഴാണ് ഇറങ്ങുമ്പോഴാണ് ആ സിനിമ കംപ്ലീറ്റ്ലി മാറണം. അല്ല, അതിനകത്ത് ആ മറ്റേ സീനൊക്കെ മറ്റേ ഫയർഫോഴ്സിനെ വിളിച്ചിട്ട് ഫയർഫോഴ്സിന് നന്ദി കൊടുക്കുന്ന ഒട്ടും റിയലിസ്റ്റിക് ആയിട്ടില്ലാത്ത സാധനം. പക്ഷെ അത് പുള്ളി അല്ല പുള്ളി ആ സിനിമയിൽ പുലിവാൽ കല്യാണത്തിൽ ഒരുപാട് ഇംഗ്ലീഷ് ഡയലോഗുകളാണ്. ഇത് ജോസ് പ്രകാശിന്റെ നല്ല രസം കറങ്ങിയൊക്കെ വരും. ദുബായിലെ ലെഫ്റ്റ് ആണല്ലോ. പിന്നെ നമ്മളെ ഇത് ലീലാമണി അതൊക്കെ നമുക്ക് അത്രയും ഇതായിട്ട് സെറ്റിലായിട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഭയങ്കര കിടില ആക്ടർ ആയിരുന്നു. നാഷണൽ അവാർഡ് അത് ഞാൻ പറഞ്ഞു. ഒരു
ഈ പറഞ്ഞ അച്ഛനുറങ്ങാത്ത വീടോ അതിലൊക്കെ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കണ്ടോണ്ടിരിക്കാൻ അച്ഛനുറങ്ങാത്ത അത് ഭയങ്കര അത് നാഷണൽ അവാർഡ് കാര്യം ഇത്രയും കോമഡി ചെയ്തോണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ പെരുമഴക്കാലം റിലീസ് ആവുന്നത്. അപ്പൊ അതിനകത്ത് ഇങ്ങനൊരു ചേഞ്ച് നമ്മൾ പ്രതീക്ഷിക്കില്ല, പുള്ളി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്. പിന്നെ അത് ഈ പെരുമഴക്കാലത്തിന്റെ ഒരു കൊല്ലം മുന്നേ എന്താ ഈ ഗ്രാമഫോണൊക്കെ ഇറങ്ങുന്നത്, അതിനകത്ത് തവള ഭാസ്കരൻ ആ സീന് വല്ലാത്ത സീന്, അത് പുള്ളി വല്ലാത്തൊരു ക്യാരക്ടറാണ് അതിനകത്ത്. പിന്നെ പിന്നെ എനിക്കൊന്ന് ഷാഫിന്റെ മിക്ക പടത്തിലും പുള്ളിയുണ്ട്. ഒരു ഷാഫി ദിലീപിന്റെ സിനിമകള് വാസ്തവത്തിൽ പുള്ളിയല്ലേ വാസ്തവത്തിൽ അച്ഛനായിട്ട് വരുന്നത്, വാസ്തവത്തിൽ അതിനകത്തും ഭയങ്കര ആദ്യം റിച്ച് ആണ്, പിന്നെ പൈസ കൊടുത്ത് അതിൽ പുള്ളി സൂയിസൈഡ് ചെയ്യുന്ന ഒരു ഇതൊക്കെ ഉണ്ട്. പുള്ളി ഷാഫിയുടെ പടത്തിൽ തന്നെ ഷാഫിന്റെ കല്യാണരാമനിലാണ് നമ്മള് മൊത്തത്തില് ഭയങ്കര ചിരി ഭയങ്കരമായിട്ട് കൊണ്ടുപോകണം. മറ്റേ തുടങ്ങുന്നതേ മെൽക്കോ തുടങ്ങുന്നത് അതൊക്കെ അത് തേങ്ങ പൊട്ടിച്ചപ്പോ അല്ല അത് ഈ ഡയലോഗുകൾ അങ്ങനത്തെ ഒരു കൊമേഡി രീതിയിൽ പറയുന്നത്. ബാക്കി വേറെ ആരെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര കാരിക്കേച്ചർ. അതിനകത്ത് ഒരു സീന് പിന്നെ ഡീറ്റെയിൽഡ് വീഡിയോ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ദിലീപുമായിട്ട് പ്രസന്റേഷൻ ചെയ്യുമ്പോൾ ദിലീപ് അറിയാതെ ചിരിച്ചോണുണ്ട് പുള്ളിയുടെ സംസാരം. ഏത് മീൻ അയല മീൻ നെമ്മീൻ ചുരും എന്താ പറയാ ബട്ട് യു മീൻ ആ സാധനമൊക്കെ പുള്ളിക്ക് തന്നെ എക്സ്പ്രഷൻ ചേഞ്ച് ആയി പോകുന്നുണ്ട്. യു എന്ത് സാധനമാണെന്നുള്ള അത് ഈ അങ്ങനത്തെ ഇപ്പം കൊച്ചിൻ ഹനീഫ പുള്ളി ജഗതി ആണെങ്കിലും കാരിക്കേച്ചർ ടൈപ്പ് ഓഫ് സാധനങ്ങൾ ഇട്ടാലും നമുക്കത് ഓവറായിട്ട് തോന്നും. അത് പ്രത്യേകിച്ച് സലീംകുമാർ ആണെങ്കിൽ നമുക്ക് ചെറിയ എന്തെങ്കിലും ആണെങ്കിൽ പുള്ളി പ്രസന്റ് ചെയ്ത് വോയിസ് മോഡുലേഷനിൽ അത് കോമഡി ആയിക്കളയും. നീ ആരുടെ വന്ന് പിന്നെ ചതിക്കാത്ത ചന്തു മറ്റേ വക്കീലായിട്ടുള്ളത് പിന്നെ ചതിക്കാത്ത സമയം വരൂ. പക്ഷെ ഭയങ്കര ഇമ്പാക്ട് അല്ലേ ചതിക്കാത്ത ചന്തുല്ല മറ്റേ മായാവി മായൻകുട്ടി അത് അതൊരു ഫോണിൽ വിളിച്ചിട്ട് ഒരുപാട് പിന്നെ വേറെ ഉണ്ട് മറ്റേ ഒരു ചില പട്ടിപ്പടങ്ങളിൽ വരെ പുള്ളിയുടെ ക്യാരക്ടർ കിടിലമായിരിക്കും. കേരള ഹൗസ് കേരള ഹൗസ് ഇവർ രണ്ടുപേരും ഇങ്ങനെ എപ്പോഴും ഓർമ്മിക്കുമ്പോ രണ്ടുപേരും ഞാൻ ചാക്കോ കയറ്റി ഞാൻ സജ്ജി ഇറക്കി ഇതിന് ഒണ്ടര ചെസ് എനിക്കും വിത്തൗട്ടാ ഇഷ്ടം. നമ്മള് ലാസ്റ്റ് കണ്ടല്ലേ സുമേഷ് രമേശ് എന്ന് അതില് പുള്ളി ആ സിനിമ ഭയങ്കര കിടിലം സിനിമയല്ല പുള്ളി ഉള്ളപ്പോ, പക്ഷെ ആ സിനിമ നല്ല രസമായിരുന്നു. അതിന് ഈ പടങ്ങളിലും പുള്ളിയുള്ള സീൻസ് ഭയങ്കര രസമാണ്. മറ്റേ ഇതുണ്ട് ഒരു നമ്മുടെ ദുൽഖർ സൽമാന്റെ ഒരു പടമുണ്ട്, അതില് പുള്ളിയുടെ സാധനം കൊള്ളാവും. പുള്ളിയുടെ സാധനം കൊള്ളാവും. ബാക്കിയൊക്കെ ഭയങ്കര പുള്ളി ചളിയാക്കി കളഞ്ഞു. പുള്ളി കൊള്ളൂലെന്ന് നമുക്ക് ഒരു ടൈം പോലും അങ്ങനെ പറഞ്ഞിട്ടുമില്ല, തോന്നിയിട്ടുമില്ല. ചിലവര് പറയില്ലേ ചില സിനിമയിൽ ഇത് ഓവറായി പോയി അങ്ങനെയൊക്കെ പറയാ. ജഗതിക്ക് പോലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ചിരി സലീംകുമാറിന് അങ്ങനെ ഒരു അങ്ങനെ കേട്ടില്ല. പുള്ളി എന്തെങ്കിലും വെച്ചിട്ട് അത് ചെറിയൊരു സാധനമാണെങ്കിൽ മോഡുലേഷനിൽ പുള്ളി അത് പിന്നെ എക്സ്പ്രഷൻ ഒക്കെ ഭയങ്കര ഡിഫറെന്റ്. ഇപ്പം ഈ നമ്മളെ തിളക്കത്തില് മറ്റേ അളിയൻ ആ കോംബോ ദിലീപായിട്ടുള്ള കോംബോ അപ്പോൾ അതേസമയം അത് കഴിഞ്ഞിട്ട് 1-2 കൊല്ലം കഴിഞ്ഞിട്ട് ശാന്തോട്ട് ഇറങ്ങുന്നത്. ശാന്തോട്ടിൽ വേറൊരു നെഗറ്റീവാണ്, അതായത് എക്സ്ട്രീം പോസിറ്റീവ് അല്ല, പക്ഷെ പുള്ളി അതിനെ മേക്ക് ചെയ്ത് ഇങ്ങനെ പോകുന്നു. അത് പെട്ടെന്നാണ് ഈ ആദാമിന്റെ അബു പറഞ്ഞത്. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഞെട്ടിപ്പോകും. പുള്ളീന്റെ മേക്ക് ഓവറൊക്കെ നടത്തി വളരെ ഇതായിട്ട് വളരെ സൈലന്റ് ആയിട്ടുള്ള പടം. അവൻ നാഷണൽ അവാർഡ് കിട്ടുന്നു. അതുകൊണ്ട് പിന്നെ പുള്ളിക്കാണെന്നുണ്ട് ഒരു കൊമേഡിയൻ ആദ്യമായിട്ട് നാഷണൽ അവാർഡ് അങ്ങനെ ഒരു ആ ഒരു ബ്രേക്ക് വന്നു പുള്ളിക്കാണ്. പിന്നെ സുരാജിനെ സലീംകുമാറിന് ആ നാഷണൽ അവാർഡ് കിട്ടണം എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമായിരുന്നു. ഇപ്പോഴത്തെ പോലെ നാഷണൽ അവാർഡ്. പിന്നെ ഈ പറയുന്ന ഇത്രയും കോമഡി കാണിച്ച് നടക്കുന്ന ഒരാള് പെട്ടെന്ന് മറ്റേ നമ്മളെ ഈ പറഞ്ഞ കണക്ക് വാസ്തവവും പിന്നെ അച്ഛനുറങ്ങാത്ത വീട്ടിലും വന്ന സാധനം അത് കണ്ടപ്പോൾ തന്നെ ആൾക്കാർ ഞെട്ടിപ്പോകും. സ്റ്റേറ്റ് അവാർഡ് പുള്ളിക്ക് കിട്ടുന്ന അങ്ങനെ. അപ്പോൾ ആ ഒരു 5-6 കൊല്ലത്തെ ഒരു ജേണി. 2000 പുള്ളി 2000 നീ തെങ്കാശി പട്ടണം ഇറങ്ങുന്നത്. ഈ വാസ്തവം പോലുള്ള പടങ്ങൾ 2006 ആ സമയത്ത് ഇറങ്ങുന്നത്. അപ്പം വളരെ ഷോർട്ട് ജേണിയാണ്.
ആ ഷോർട്ട് ജേർണിയിൽ പുള്ളി എപ്പിക്കാക്കിയ സാധനം എന്നൊക്കെ പറഞ്ഞാൽ അതും ഈ ഷിഫ്റ്റ് ഇത്രയും കിടിലും ഫുൾ കോമഡി ആയിട്ട് പെട്ടെന്നൊന്നും ഭയങ്കര സീരിയസ്. അത് ഒരു ചെറിയ സീരിയസ് റോൾ അല്ല, ആ പടത്തിന്റെ മെയിൻ പുൾ ഓഫ് നായകനാക്കിയ പുള്ളി. ശരിക്കും ഈ രണ്ടിലും പുള്ളി ഹീറോ. അപ്പൊ അത് ഫുൾ പുള്ളി ചെയ്ത് ഫുൾ സീരിയസ് ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കില്ല. ഇവരുടെ ആ ഒരു സമയത്ത് ഇങ്ങനത്തെ കൊമേഡിയൻ അങ്ങനത്തെ കോമഡി റോൾ ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ മിക്കവരും എല്ലാ സിനിമകളിലും ഉണ്ട്. ആൾക്കാർ സിനിമയ്ക്ക് പോണെങ്കിലും ഫാമിലിയൊക്കെ പോണെങ്കിൽ പറയണത് ഇവരൊക്കെ ഉണ്ടല്ലോ, അപ്പൊ സിനിമയിൽ എന്തെങ്കിലും കാണുമെന്നുള്ള ഇതുണ്ട്, മിനിമം ഗ്യാരണ്ടി ഉണ്ട്. പക്ഷെ അത് ഇപ്പോഴത്തെ നടന്മാരൊന്നും അങ്ങനെ റെപ്പറ്റീവ് ഇങ്ങനെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ ഇത്രയും സിനിമകളൊന്നും കിട്ടത്തില്ല. അങ്ങനെ അഭിനയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഭയങ്കര റെപ്പറ്റീവ് തോന്നും. ഒരു സിനിമയുടെ റിസംബൻസ് വേറെ തോന്നും, പക്ഷെ ഇവർക്ക് ആ ക്യാരക്ടർ നമുക്ക് ഓരോന്നും ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റും. ഈ ക്യാരക്ടർ ഇതാണ്, ഈ ക്യാരക്ടർ ഇതാണ്. നമുക്ക് മാക്രി ഗോപാലനും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല വ്യത്യാസമുണ്ട്. മറ്റേ ഇങ്ങനെയുടെ ഒരു പടം ഉണ്ടല്ലോ, മമ്മൂട്ടിയുടെ തന്നെ ഒരു പടം ഉണ്ടല്ലേ, മറ്റേ മലയാളം എനിക്ക് ഒത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, മാക്രി ഗോപാലൻ മറ്റൊരു തവള ഭാസ്കരൻ ഇതിനകത്ത് നമ്മളെ ഗ്രാമഫോൺ വെറുതെ ഇന്ന് കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യം ചിരിച്ചടിച്ചാൽ എന്താ കുഴപ്പം? അതിലെന്ന് പറഞ്ഞാൽ മറ്റേ ദശമൂലം ദാമോണ് സ്കോർ ചെയ്യുന്നെങ്കിലും പുള്ളി ഭയങ്കര ഗോൾഡ്. ഈ മാക്രി ഗോപാലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗോൾഡൻ സാധനങ്ങൾ അടിക്കണം. പട്ടാളത്തിലാണ് നല്ല രസം. അണ്ണൻ തമ്പി പോലീസായിട്ടുണ്ട്. ഇത് മറ്റവൻ ഇത് എന്നുവെച്ചാ പുള്ളി അങ്ങ് ഇറങ്ങി കഴിഞ്ഞാൽ ബോഡി എല്ലാം മറ്റേ അഴിഞ്ഞാടി പുള്ളി ഒന്നും നോക്കൂല, മറ്റേ ഭയങ്കര എനർജി അഴിഞ്ഞാടി അങ്ങ് ചെയ്യും. ബോഡി വെച്ചിട്ട് കാണിക്കണതും അത് സംഭവം അവര് ഭയങ്കര സ്കിൽ. ഇപ്പൊ നമ്മളൊക്കെ തന്നെയാണെങ്കിൽ ചെയ്തു നോക്കിയപ്പോൾ നമ്മളെ വാ മാത്രമേ ബോഡി വെച്ചിട്ട് കാണിക്കണ കൊറേ നമുക്ക് ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരു സാധനങ്ങളുണ്ട്. അല്ല ഈ മഴത്തുള്ളി കിലുക്കത്തിനകത്ത് ഹലോയിലുണ്ട്, ചോക്ലേറ്റ് സിനിമയിലുണ്ട്. ചോക്ലേറ്റിൽ മറ്റേ ഇവരെല്ലാം ഫ്രണ്ട്സ് ആയിട്ട് മറ്റേ കോളേജിലൊക്കെ ഒരു മുള്ളു വന്ന് എലി വീണാല് മറ്റേ പാൽക്കാരും ഇതൊക്കെയാണ് മരണം മോഡുലേഷൻ. പിന്നെ ഇത് ഒരു എപ്പോഴും ഒരു ഇതിൽ ഒരു ഐക്കൺ കാണുമല്ലോ, ഒരു കോമഡിക്ക് ഒരു ഇത് കാണുമല്ലോ, അതല്ല അവരെല്ലാ സിനിമയിലും കാണും. അതേപോലെ പുള്ളി ഒരുപാട് നാള് നിന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സുരാജ് ക്ലിക്കായി കുറച്ചു പേര് പുള്ളിയായിരുന്നു എനിക്ക് ബാക്കിയുള്ള എല്ലാ സിനിമയിലും പുള്ളി കാണും. തൊമ്മന് മക്കളിലും പിന്നെ പുള്ളിയെ അവരുടെ കൂടെ ആക്കുമല്ലോ ഒരു കോമഡി ഫുൾ സീക്വൻസിന് വേണ്ടിട്ട്. അല്ല ഒരു ചെറിയ റോളാണ് ഇപ്പൊ ഹലോയിൽ ചെറിയ റോളാണ്, അതാണെങ്കിലും പുള്ളി എന്നുവെച്ചാൽ ഒരു സിനിമയിലൊരു ഇപ്പൊ വലിയ ഇപ്പൊ ദിലീപ് ആവട്ടെ, മോഹൻലാല്, മമ്മൂട്ടി അങ്ങനെയുള്ള കൊമേഴ്ഷ്യൽ സിനിമയിൽ പുള്ളി വേണം. അല്ല ഒന്ന് ആലോചിച്ചു, ഇപ്പൊ മോഹൻലാല് ദിലീപ് ഉള്ള പടത്തിൽ പുള്ളി ആ ക്യാരക്ടറിലൊക്കെ പുള്ളി ഇല്ലാതെ ഒന്ന് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ആ പടം ഡ്രൈ ആയിരിക്കും. പിന്നെ ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് അതിനകത്ത്, വളരെ ചെറിയ സാധനമാണ്. പക്ഷെ ആശുപത്രി കൊണ്ടുപോകണത് പിന്നെ മറ്റേ ഒരു സീനുണ്ട്, പൈസ കൊടുക്കുന്ന സീന്, അതൊക്കെ അല്ലാത്തൊരു ഇതാണ്. നമുക്ക് എല്ലാത്തിലും ഉണ്ട് മൂപ്പര്. പിന്നെ മറ്റുള്ള വച്ച് ഇപ്പം ആക്ടേഴ്സ് എന്ന ആൾക്കാർ നോക്കുകയാണെങ്കിൽ പുള്ളി സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് പറയും. അത് പുള്ളി എനിക്ക് ഭയങ്കര ക്വാളിറ്റി. അതാണ് ആൾക്കാർ പറഞ്ഞില്ല. ഇപ്പൊ നമ്മളെ വീട്ടുകാർ വരെ പുള്ളീനെ ഇത്ര റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ പുള്ളിന്റെ നിലപാട് തന്നെയാണ്. പുള്ളി ഓപ്പൺ ആയിട്ട് പറയാറുണ്ട് പല കാര്യങ്ങളും. എന്നാലും ശ്രീനിവാസനേക്കാളും ഇപ്പം ഒരു പാർട്ടിയിൽ ഉണ്ടെന്നൊക്കെ പറയും. ഞാൻ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊക്കെ പറയുമല്ലോ, ബാക്കിയുള്ളവർ എന്ത് പറയുന്ന പുള്ളി അഭിപ്രായം വെട്ടി തുറന്ന് പറയും. ബാക്കിയുള്ളവർ പൊതുവെ ആ ഒരു പാർട്ടിയുടെ സാധനം കാണിക്കാറില്ല. ഇല്ല, മിക്കവരും ഇങ്ങനത്തെ ഈ കുറച്ചുകൂടെ ഒന്ന് പ്ലീസിംഗ് ആയിട്ടൊക്കെ അവരുടെ പക്ഷെ പുള്ളിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് പുള്ളിയുടെ ഇതിലെ നല്ല രാഷ്ട്രീയ ബോധമുണ്ട്. രാഷ്ട്രീയ ബോധമുണ്ട്, പക്ഷെ പുള്ളിയുടെ സ്കില്ലിൽ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ട്. സ്കില്ലിൽ കോൺഫിഡൻസ് മാത്രമല്ല ആ ഒരു ഇതുണ്ട്. ഇവൻ പറഞ്ഞ രാഷ്ട്രീയ ബോധവും അതിനുള്ളൊരു ഗട്ട്സും കൂടെ ഉണ്ട്. പുള്ളിക്ക് ഇപ്പൊ കോൺഗ്രസ് ഇപ്പം പുള്ളിയുടെ ആ ഒരു കുറച്ചൊന്ന് ക്ഷീണിച്ച ഒരു അവസ്ഥയിലായാലും കോൺഗ്രസിന് വേണ്ടി
പുള്ളിക്ക് സംസാരിക്കാനും പുള്ളി കോൺഗ്രസ് ജയിക്കണം എന്നുള്ള ഒരു എല്ലാ പല സ്റ്റേജിലും പോയി നിന്ന് പുള്ളിക്ക് ആ സ്പിരിറ്റ് UDF ജയിച്ചപ്പോഴും ഭയങ്കര സന്തോഷം, ഹാപ്പി ആയിരുന്നു. പുള്ളി സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടില്ല ഒരു പടം പൊക്കാളി കണ്ട് രണ്ടൂന്ന് പടങ്ങൾ ചെയ്തിട്ടുണ്ട് പുള്ളി. കൃഷി ഭയങ്കര ഇഷ്ടമാണ്. മറ്റേ അന്ന് ചന്തു തന്നെ പറഞ്ഞില്ലേ ഒരുപാട് സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്ന് ഈ വയലും സാധനങ്ങളൊക്കെ. ബാക്കി എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യണത് റിയൽ എസ്റ്റേറ്റിലും ഗോൾഡിലും ഇതിലൊക്കെ ആകുമ്പോഴത്തേക്കും പുള്ളിക്ക് ഇഷ്ടം ഈ കൃഷിയുടെ സ്ഥലങ്ങൾ വാങ്ങിച്ചിടാനാണ്. അത് വയലുകൾ ഇത് പിന്നീട് കൺവേർട്ട് ചെയ്യാൻ പോലും പറ്റാത്ത സ്ഥലങ്ങളാണ്. പക്ഷെ പുള്ളിക്ക് അതാണ് ഇഷ്ടം, അത് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭയങ്കര ഇഷ്ടമാണ് പുള്ളിക്ക്. നമ്മുടെ ചൈൽഡ്ഹുഡ് ഷേപ്പ് ചെയ്ത കുറെ ആൾക്കാർ മിക്കവരും പോയി. ഒടുവിൽ കൃഷ്ണൻ, ഇന്നസെന്റ്, കൊച്ചിൻ ഹനീഫ, പിന്നെ മാമുക്കോയ, എന്താ ഇപ്പം സലീം കുമാർ, ശ്രീനിവാസൻ, കൊറേ പേര് മിക്കവരും പോയി. ആ ഒരു കോമഡി ഏറ ഇപ്പൊ അങ്ങനെ കോമഡി അയക്കണം എന്ന് പറയാൻ ഇങ്ങനെ പറയത്ത കാര്യമില്ല. സുരാജ് കഴിഞ്ഞിട്ട് പിന്നെ സുരാജ് ഉണ്ട്, പക്ഷെ സുരാജ് ഇപ്പൊ അങ്ങനെ ചെയ്യണില്ല, കുറവാണ്. സുരാജിന്റെ ആ ഒരു കോമഡി ഇത് കഴിഞ്ഞ് അവരിത് വല്ലപ്പോഴും സ്റ്റാറാണ്. പുള്ളിന്റെ ലാസ്റ്റ് ഏറ്റവും കോമഡി ആയിട്ട് പുള്ളി ചെയ്ത പടം മോഹിനി. അത് ഇപ്പൊ അതിന് മുന്നത്തെ കേസ് ഉള്ളതെല്ലാം അല്ലാതെ ആൾക്കാര് ഒരുപാട് നേരം നിൽക്കൂല. കുറച്ച് പേര് നിൽക്കും, പിന്നെ പോവും. അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. ഇങ്ങനെ കുറച്ചുകൂടെ കണ്ടന്റ് ആണ് ഇപ്പം കോമഡിക്ക് വേണ്ടിയിട്ട് ഇപ്പം കൂടുതൽ നിൽക്കുന്നത്. അല്ലാണ്ട് ഇപ്പം ഈ ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കൊണ്ടുള്ള ഒരു ആ ഒരു സാധനമൊക്കെ പോയി. ഇത് പുള്ളി തന്നെ പറഞ്ഞിട്ടുമുണ്ട്, സലിംകുമാർ തന്നെ ഏത് സ്റ്റേജിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബാക്കി എല്ലാത്തിലും ബാക്കി എല്ലാത്തിലും എക്സൽ ചെയ്യുന്നുണ്ടെങ്കിലും കോമഡി മാത്രം അങ്ങനെ ഐക്കൺസ് ഇങ്ങനെ ഒരു വരുന്നില്ല. ഒരുപാട് കോമഡി സിനിമകൾ കണ്ടിട്ട് അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ഇത് അതുപോലെ തന്നെ മിക്ക ഇൻഡസ്ട്രിയിലെ ആൾക്കാർ പറയും കേരളത്തിലുള്ള കോമഡി ആക്ടേഴ്സിനുള്ള റെസ്പെക്ട് ഭയങ്കര കൂടുതലാണ്. ഇപ്പൊ ബാക്കിയുള്ളിടത്തൊക്കെ ഇപ്പം നമ്മൾ ഇതിൽ തന്നെ കണ്ടുണ്ട്. തെലുങ്കിലും അവിടെയൊക്കെയാണ്, കന്നഡയിലൊക്കെ ആണെങ്കിൽ അവർ കളിയാക്കാൻ വേണ്ടിയിട്ട് അടിമക്കണ്ണൂരിലാണ് നിർത്തുന്നത്. പക്ഷെ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ക്വാളിറ്റികൾ കൊണ്ടാണ്. അവർക്ക് ഇപ്പം നേരത്തെ പറഞ്ഞില്ലേ കോൺഫിഡൻസ്, അല്ലെങ്കിൽ അവർക്ക് അത്ര കഴിവും കൂടിയാണ്. ഇപ്പം സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡൊന്നും എനിക്ക് തോന്നുന്നില്ല വേറെ എവിടെയെങ്കിലും ഒക്കെ ഒരു കൊമേഡിയൻസിന് ആരും കൊടുക്കാൻ ധൈര്യപ്പെടില്ല. ചിലപ്പോൾ അവർക്ക് അത്രയും കഴിവ് കാണുമായിരിക്കും, പക്ഷെ ആരും ധൈര്യപ്പെടില്ല അത്രയും കൊടുക്കാൻ. പക്ഷെ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ പേടിക്കും. അല്ല, ചിരിപ്പിക്കാനാ ശരിക്കും പാട് ആണ്. കരയുന്നവരുടെ ആൾക്കാർ അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ കൺവിൻസ് ചെയ്യുക. നമുക്കത് ചിരി വരണ്ടേ ഈ സാധനം. അപ്പൊ നമ്മള് തിയേറ്ററിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കേണ്ടത് കാണണം. അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമുക്കിത് നമ്മൾ ഫുള്ളായിട്ട് കൺസീവ് ആവുന്നുണ്ട് നമുക്ക് പറയുന്നത്. അപ്പൊ അത് അവരെ കഴിവാണത്. അപ്പൊ അത് ഭയങ്കര പാടാണത്. അതുപോലെ ഇതിന്റെ മീറ്റർ തെറ്റിക്കഴിഞ്ഞാല് അത് ഭയങ്കര ചളിയാവും. ചില സിനിമയൊക്കെ നമ്മൾ ചെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് അതൊരു എന്താ പറയാ, നമുക്കൊരു ഭയങ്കര നമ്മളെ കൊണ്ട് ഇരുത്തി ഇങ്ങനെ ഉരുക്കൂല ആ ഒരു സാധനമാണ്. എസ്പെഷ്യലി സലിംകുമാർ ചെയ്യുന്ന ക്യാരക്ടേഴ്സ് മീറ്റർ എത്തിക്കഴിഞ്ഞാൽ ഇപ്പം 3 Kings എന്ന് പറഞ്ഞ പടമുണ്ട്. അതിനകത്ത് ഒറ്റ സീനാണ് സലിംകുമാറിനുള്ള. മറ്റേ സലിംകുമാർ മറ്റേ മോളി ഇരുന്നിട്ട് മറ്റേ അത് നമുക്കത് വല്ലാത്ത പടമാണ്. അത് പലർക്കും ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഫേവറേറ്റ് ആണ്. എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള പടം, ഞാൻ കാണാറുണ്ട്. അപ്പം ഇത് മറ്റേ റിയാലിറ്റി വെച്ച് നോക്കുകയാണെങ്കിൽ 0 ലോജിക്കാത്. പക്ഷെ പുള്ളി പറയുന്ന ഒരിക്കലും അമർത്തരുത്, അങ്ങനെയാണ്. നല്ല ശരി വരുന്നത്. വോയിസ് മോഡുലേഷൻ, നേരത്തെ പറഞ്ഞ ദേഹം ഇളക്കിയുള്ള ആക്ടിങ്. പിന്നെ ഹാപ്പി ഹസ്ബൻഡ്സിനകത്ത് ചെറിയ റോളാ, മറ്റേ മുടി ഇങ്ങനെ വെച്ചിട്ട് ഇവന്റെ പേര് അതൊക്കെ നമുക്ക് പെട്ടെന്ന്. അതിപ്പോ ഈ ചില മെയിൻ നടന്മാര് അവര് ഈ കോമഡിക്ക് വേണ്ടിയിട്ട് ചെയ്യണ കാണുമ്പം മനസ്സിലാവും അതിന്റെ പാട് ഭയങ്കരമായിട്ട് മനസ്സിലാവും. പുള്ളിക്ക് നല്ല സെൻസ് ഉണ്ട്. കാരണം ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആൾക്കാർ ചിരിക്കും എന്നുള്ള ഒരു ഭയങ്കര കോമഡി സെൻസ് ഉണ്ട്. പിന്നെ പുള്ളി അഭിനയിച്ച നമ്മള് സാധാ സിനിമ കാണുമ്പോഴേ ഹ്യൂമർ കാണുമ്പോൾ നമ്മൾ പൊട്ടിച്ചിരിക്കണ കുറവാ. ചിരിക്കും. അങ്ങനെ പുള്ളി ചെയ്തു വെച്ചേക്കൊക്കെ ഒരുപാട് പൊട്ടിച്ചിരിക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ. എനിക്കൊക്കെ മറ്റേ തെങ്കാശി പട്ടണവും പിന്നെ പുലിവൽ കല്യാണ അത് തന്നെ സത്യം പറഞ്ഞാൽ പുള്ളിയുടെ സൈഡ് വരുമ്പോ ഭയങ്കര പുള്ളിയാണ് പുള്ളി മറ്റേ കുടം വെച്ചിട്ട് നീന്ന് അതൊക്കെ കൈന്നിടാണ്. പിന്നെ മറ്റേ ലോറി കയറി മറ്റേ
മത്തി മീൻകറി ഈ റീസെന്റ് ആയിട്ട് തൊമ്മന മക്കളില് തൊമ്മന മക്കളിലല്ല അത് മറ്റേ മറ്റേ എന്താന്ന് വെച്ചാ മറ്റേ ആ വൈഫ് ഫ്ലാഷ് ബാക്ക് പറയുന്ന മുറപ്പെണ്ണ എനിക്ക് രാജകണ്ണ് രാജകണ്ണ് പിന്നെ ഞാൻ അവിടെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഇത് ഇതിലുണ്ട് കട്ടപ്പന ഋതിക് റോഷനില് കട്ടപ്പനല്ലേ മറ്റേ ചട്ടമ്പി നാട്ടിലും മറ്റേ നീ നേരത്തെ പറഞ്ഞ സീനില്ലേ അതൊരു ഫുൾ ഒറ്റ സീക്വൻസിലാണ്. അത് ചിരിച്ചിരിച്ചിരിച്ചിരിക്കോടാ അങ്ങനത്തെ ഒരു സാധനം. ഇപ്പോഴത്തെ ചിലപ്പോ ഒരു ചിരി ആ ഒരു സാധനം മാത്രമേ ഉള്ളൂ. റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണം അത് അതിനകത്തുള്ള ഡയലോഗ് അല്ലേ? റേഷൻ കട വരുന്നത് മരണം വാങ്ങണം. അല്ലെ കട്ടപ്പന ഒരു തിരുവോഷനിലും ഉണ്ട് അങ്ങനെ എന്റെ കാഴ്ച കൊണ്ട് പുള്ളീനെ മറ്റേ എക്സ്പ്രഷൻ കാണിക്കുന്ന മറ്റേ ഫേസിങ് എനിക്ക് പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഇതൊക്കെ നടത്തിയിട്ടുണ്ട്, നാടകമൊക്കെ ട്രൂപ്പൊക്കെ നടത്തി സക്സസ്ഫുൾ ആയിരുന്നു. അതൊരു ഇതിൽ ചോദിക്കും, അതായത് ഈ പുള്ളി വിശ്വസിക്കുന്ന സാധനങ്ങൾ ഓപ്പൺ ആയിട്ട് പറയും, ബാക്ക്ലാഷസ് ഒന്നും പേടിയില്ലാത്തൊരു മനുഷ്യനായിരുന്നു. പണ്ട് പറഞ്ഞിട്ടുണ്ട് പുള്ളി വീട് വെച്ചപ്പോഴത്തേക്കും എന്തോ അമ്പലത്തിന്റെ അടുത്താണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നില പൊങ്ങിക്കഴിഞ്ഞാൽ പുള്ളി പറയണത് കറക്റ്റാണ്. പിന്നെ ദൈവങ്ങൾ ഇത് നോയിക്കൊണ്ടാണ് നിൽക്കുന്നത്, നില എത്ര കയറി എന്നൊക്കെ നോയിക്കൊണ്ടാണ് നിൽക്കുന്നത്. അതൊക്കെ പുള്ളി കറക്റ്റ് ആയിട്ട് എന്നിട്ട് അത് എന്റെ ബാക്കി സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. കാര്യം 2018 വെള്ളപ്പൊക്കം വന്നപ്പം ആ മേളിലാണ് 50 പേര് കുറെ നാൾ നിന്നത്. അമ്പലത്തിന് അടുത്ത് വീട് വെച്ച് ഇങ്ങനെ പൊക്കിക്കൂടാന്നുണ്ട്. പുള്ളിക്ക് അത് പ്രശ്നമൊന്നുമില്ല, അങ്ങനെ ഇതൊന്നുമില്ല. ഇപ്പൊ എനിക്ക് ഇതിലും പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു മതപരമായ ചടങ്ങുകളൊന്നും നടത്തരുത്, ആ വിശ്വാസമൊക്കെ അല്ലല്ല. ഇത് അത്യാവശ്യം ഇപ്പൊ എത്ര റാഷണൽ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിലേ സക്സസ്ഫുൾ ആകുമ്പോഴത്തേക്കും ഈ സാധനത്തിലോട്ട് മാറും. ഡിപ്ലോമസി ഉണ്ട്, പിന്നെ ആൾക്കാർക്ക് ഭയം വരും. അതായത് ഇത് നിലനിർത്തണമെന്നുള്ളൊരു സാധനം വരും, ഈ ഫെയിമും ഈ കാശും നിലനിർത്തണമെന്നുള്ള സാധനം വരുമ്പോഴാണ് പലരും ഓവറായിട്ട് ഈ ഭക്തി അല്ലെങ്കിൽ ജ്യോത്സ്യന്മാരെ കാണുക, ന്യൂമറോളജി നമുക്ക് കിട്ടാനായിരിക്കില്ല, കിട്ടിയത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി ഇവർ ചെയ്യും. കുറെ പൂജയ്ക്ക് ഇതിന് കാശ് മുടക്കും, പിന്നെ അതുപോലെ തന്നെ കുറെ കളർ മോതിരമൊക്കെ അങ്ങനെ കുറെ ഓരോ മാസവും സ്പെൻഡ് ചെയ്യുന്ന ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആൾക്കാരാണ്. അപ്പൊ അതിന്റെ ഇടയിലും ആ ഒരു ഇതിൽ ഇത്രയും വിശ്വാസം ഉണ്ടെങ്കിൽ അത് ഭയങ്കര ക്വാളിറ്റിയാണ്. പുള്ളി വളർന്ന സാഹചര്യം അങ്ങനെയല്ലേ. പുള്ളിയുടെ അച്ഛൻ ഒരു എത്തിസ്റ്റ് ആയിരുന്നു, ആ പേരും അങ്ങനെ ഒരു പൊളിറ്റിക്കൽ, അതെ, ഒരു നമുക്കിങ്ങനെ ജാതി അറിയാൻ പാടില്ല, മതം അറിയാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു പുള്ളിക്ക് സലീം എന്ന് പേരിട്ടത്. അതിനുശേഷമാണ് പിന്നെ 5ാം ക്ലാസ്സിൽ കണ്ട ടീച്ചറാണ് സലീം കുമാർ എന്നാക്കിയത്. അല്ല, ഇപ്പം ആദമിന്റെ മകൻ അബു കഴിയുമ്പോൾ പറയും പുള്ളിക്ക് പോകണമെന്ന് തോന്നിയെന്ന് പറയും അജിനെന്തോ, അപ്പൊ പോകാൻ പറ്റൂല. അപ്പം അപ്പോഴാണ് സലീം പോകാൻ പറ്റൂലേ, അപ്പോഴാണ് ഞാൻ ഓ അങ്ങനെയാണോ, അങ്ങനെ എന്തോ ആരോ ഇതേപോലെ പറഞ്ഞപ്പോഴാണ് ഞാനും വായിച്ചത്. അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു ഒരു സംഭവം. അല്ല, അത് ആ ഒരു സമയത്ത് പുള്ളിയുടെ അച്ഛൻ്റെ ഒക്കെ അവരുടെ ഒരു സമയത്ത് എല്ലാം ഇങ്ങനെ ഈ ഹിന്ദുക്കൾക്ക് തന്നെ മുസ്ലിം പേരുകളും കൂടെ ഇടുമായിരുന്നു, ഇങ്ങനെ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഗൾഫിലൊക്കെ പോകുമ്പോ പുള്ളി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോ. ഇപ്പോഴത്തെ നാട്ടിലാ ഇപ്പോഴും കുറച്ചും കൂടെ ഇപ്പൊ അങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ ഭയങ്കരമായിട്ട് വീട്ടിൽ തന്നെ അടി കിട്ടും. കുറച്ചും കൂടെ ഐഡന്റിറ്റിയും കൂടെ നോക്കി, ഐഡന്റിറ്റി വേണം. അല്ല, മറ്റേ സിനിമ വേറൊരു സിനിമ ഉണ്ട് ഇതുപോലെ, ഇസ്ലാം കാര്യങ്ങൾ എത്ര അതൊരു സിനിമ ഉണ്ട്, കല്യാണം സമൂഹ വിവാഹം നടക്കാൻ എന്തോ പോകുമ്പോഴത്തേക്കും പുള്ളി അവിടെ വരും. എന്നിട്ട് കുഞ്ചാക്കോവനാണെന്ന് തോന്നുന്നു കെട്ടാൻ പറയണത്. അപ്പൊ ചോദിക്കും ഇസ്ലാമിൽ കാര്യങ്ങൾ എത്ര കണ്ടിട്ടുണ്ട്, കൊറേ കോമഡി ഉണ്ട്. അതിനകത്ത് സലീം കുമാർ ഉണ്ട്, പുള്ളിയുടെ മകളുണ്ട്. അപ്പം കള്ളു കഴിക്കാൻ വേണ്ടി എന്നിട്ട് എന്തോ ബ്ലഡ് പടം തന്നെ വരെ എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഈ പടത്തില് ഷാഫി ചെയ്ത പടങ്ങളിൽ എല്ലാത്തിലും പുള്ളിക്ക് ഒരു റോളാണ്. അപ്പൊ അത് ഭയങ്കര ഹിറ്റ് സാധനം കിട്ടില്ല. ഷാഫിയുടെ പടത്തിലാണ് പുള്ളി അഴിഞ്ഞാടുന്നത്, അപ്പം എല്ലാത്തിലും ഉണ്ട്. അപ്പൊ ഈ 1 Not Wedding ഒക്കെ പുള്ളി ഷാഫിന്റെ പ്രൈമിന്റെ ലാസ്റ്റ് പടം, അതിനുശേഷം നല്ല പടങ്ങൾ അധികം വന്നിട്ടില്ല പുള്ളിന്റെ. അപ്പൊ അതിനകത്തും പുള്ളി സലീം കുമാറിനെ പ്ലേസ് ചെയ്യുന്ന രീതിയാണ് അത് കോൺഫിഡൻസ് ആണ് കൊടുക്കാൻ പറ്റും. അതുപോലെ എനിക്ക് ഓർമ്മ വരണ മറ്റേ കാര്യസ്ഥനം പടം ഉണ്ടല്ലോ, മറ്റേ കള്ളനായിട്ട് വന്നിട്ട് ഒരു ഇമോഷണൽ സാധനമാണ്, കരഞ്ഞോണ്ട് മറ്റേ കല്യാണം കഴിക്കാൻ പറ്റി ഒരു സാധനമൊക്കെ എപ്പിക് സാധനമാണ്. അതാ ഞാൻ പറഞ്ഞു, എനിക്ക് മറ്റേ ഈ മഴത്തുള്ളി കിലുക്കത്തിനകത്ത് ഇവരെ കുണ്ടി പോച്ച് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്.
അതും ഈ പറഞ്ഞ കണക്ക് നമ്മളെ കൊച്ചിനായിട്ടുള്ള കോംബോ അത് വല്ലാത്ത അത് വെച്ചിട്ട് മറ്റേ നീ പറഞ്ഞ കണക്ക് എന്നിട്ട് ഈ കഴുതയുടെ കുതിരയുടെ കാലിൽ എന്തോ പുള്ളിന്റെ ഇത് കൊടുക്കും എന്നിട്ട് അത് ഓടും. കുതിരയിലല്ലടാ പശുവിന്റെ പിന്നെ ഇതിനകത്ത് കുഞ്ഞിക്കൂനകത്ത് എംപ്ലോയി മുതലാളി വെച്ചിട്ടുള്ള അല്ല ഏറ്റവും കൂടുതൽ കോംബോ വർക്ക് കൊച്ചിനെ മരിച്ചപ്പോഴും പുള്ളി ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ആയിരുന്നു. ടിവിയിലൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ബ്രേക്ക് ആയിരുന്നു. പുള്ളി പറഞ്ഞത്, സലീംകുമാർ പറഞ്ഞത്, കൊച്ചി ഹനീഫ അങ്ങനെ ഈഗോ അങ്ങനെ പുള്ളി അങ്ങോട്ട് പെർഫോം ചെയ്യാൻ വിടും, അങ്ങനെ ബാക്കി ഒരു നടനും അങ്ങനെ ചെയ്യാറില്ല. പുള്ളി അങ്ങോട്ട് പെർഫോം ചെയ്യാൻ വിടും. അങ്ങനത്തെ ഇതില് ഒരുപാട് കോമ്പിനേഷൻ അങ്ങനെയാണ് അങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പുലിവാൽ കല്യാണത്തിനായാലും പുള്ളിയാണ് എലിവേറ്റ് ചെയ്യണത്. ഈ സാധനം ഇല്ലെങ്കിലും കൊച്ചിനെ ഇപ്പൊ കുറെ സാധനങ്ങൾ ഇടും, ഡയലോഗ് ഒന്നും ഇല്ലെങ്കിൽ സ്ക്രീനിന്റെ എവിടെ എങ്ങനെ പറഞ്ഞു കൊടുക്കും ഇത് ഇങ്ങനെ ചെയ്യണം അങ്ങനെ പറയാനുള്ള കഴിവൊന്നും കാണുമല്ലോ അവരുടെ സാധനം. പാണ്ടിപ്പടയില് നമ്മള് ശരിക്കും നമ്മള് ആ ഇപ്പൊ 2000 തൊട്ട് 2010 വരെ എടുക്കുകയാണെങ്കിൽ ആ സമയത്താണ് ത്രൂ ക്യാരക്ടർ. അപ്പൊ ആ സമയം നമ്മൾ വളർന്നു വരുന്ന നമ്മുടെ ഷേപ്പായി ഈ തലേക്കൂടെ വരുന്ന സാധനമാണ്. എനിക്ക് തോന്നുന്നു നമ്മള് മരിക്കണവരെയും ഇവരെയൊക്കെ നമ്മൾ എപ്പോഴും ഇവരെ ഓർമ്മിക്കും ഈ ക്യാരക്ടേഴ്സ് ഒക്കെ. നമ്മളിപ്പം നമുക്ക് ഈ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇതൊക്കെ കണ്ടേ പറ്റുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഫോണിലൊക്കെ എടുത്ത് വെച്ച് നോക്കും, ടിവിയിലൊക്കെ നോക്കുമ്പോഴേ ഏതെങ്കിലും ഒരു പടത്തില് ഇവരെ ഏതെങ്കിലും പഴയ ശ്രീനിവാസന്റെ പടം അങ്ങനെയൊക്കെ കാണാൻ ഒരു ഇതുള്ളൂ. അല്ല നമ്മളിപ്പം ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചിലപ്പോൾ ആലോചിക്കില്ല, ഏതെങ്കിലും സിനിമയുടെ കാര്യം നമ്മൾ ചുമ്മാ ചിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാധനം ഉണ്ട്. നമ്മൾ ഡെയിലി നമ്മൾ പറയുന്ന ഡയലോഗൊക്കെ ഇത് എല്ലാം പറയും, നമ്മൾ ഇതൊക്കെ പറയാറുണ്ട്, സ്ഥിരം പറയാറുന്ന സാധനം. അത് വെച്ചിട്ട് തന്നെയാണ് ഈ വാട്ട് യു മീനൊക്കെ എല്ലാ സമയത്തും ഉള്ള സാധനം. എനിക്ക് തോന്നുന്നു മറ്റേ ഇത് CID മൂസ പിന്നെ ഇറക്കാൻ പറ്റാത്ത തന്നെ ബാക്കിയുള്ളവരില്ലാത്തോണ്ടാണ്. ഇപ്പം ബോളിവുഡിലോ അല്ലെങ്കിൽ തമിഴിലോ ഒക്കെ ആണെങ്കിൽ ആണ് എടുത്തിരുന്നെങ്കിൽ ആ പടമൊക്കെ അവർ ചുമ്മാ നായകൻ മാത്രം മതി, നായകനായിരിക്കും അതിലേത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ബാക്കിയുള്ളവരാണ് അതിൻ്റെ മെയിൻ. നായക ഇല്ലെങ്കിലും ചിലപ്പോൾ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഈ പടം CID മൂസയൊക്കെ അവർ ഓടിക്കാൻ പറ്റും. നായക ഇല്ലെങ്കിലും ഓടിക്കാൻ ശ്രമിക്കും, പക്ഷേ ഹിറ്റ് ആവുമെന്ന് എനിക്ക് തോന്നില്ല. പക്ഷേ ഇവിടെ അത് എടുക്കാൻ പറ്റില്ല, എവരില്ലെങ്കിൽ അത് പടം ഇല്ല. ഒരു ബോധമുണ്ട്. കേരളത്തിൽ പറഞ്ഞ പോലെ ആ റെസ്പെക്ട് ഇല്ലേ ഈ കോമഡിയൻസിനും ക്യാരക്ടർ റോള് ചെയ്യണ ആൾക്കാർക്കും കൊടുക്കുന്നത് ഭയങ്കര കൂടുതലാണ്. തമിഴ്നാട്ടിൽ ഇല്ല അങ്ങനെ അവാർഡ് തന്നെ. അങ്ങനെ ഒരു തമിഴ്നാട്ടിൽ നമ്മളൊരു ക്യാരക്ടർ റോള് ചെയ്യണ ഒരാള് അങ്ങനെ ഒരു ഇപ്പൊ തിലകനോ നെടുപടിയാണോ അങ്ങനെ പറയണ ഇല്ല. കുറച്ചെങ്കിലും ഇപ്പൊ കിട്ടിയത് വടിവേലിനാണ്, അത് ഇപ്പോഴാണ്. പിന്നെ ഉള്ളത് വിവേകിനും. പിന്നെ സെന്തിൽ അങ്ങനെ ഒരു ആണല്ലോ. വടിവേലിന് അങ്ങനെ ഒരു അഭിനയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയത് തന്നെ റീസെന്റ് ആണ്. മറ്റേ ആ സീനൊക്കെ കഴിഞ്ഞ് കുറെ നാൾ ഔട്ടായി തിരിച്ചു വന്ന് ഈ ഇടയ്ക്കാണ് എനിക്ക് അങ്ങനത്തെ കുറച്ചുകൂടി കിട്ടി തുടങ്ങിയത്. അങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റിംഗ് തമിഴിൽ സിനിമാസിലുള്ളതെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു ഏതെങ്കിലും ഒരു സിനിമ എടുത്തു കഴിഞ്ഞാൽ നായകൻ നായിക പിന്നെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പം നമ്മൾ മലയാള സിനിമ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ മറ്റേ മുരളീൻ്റെ അപ്പോൾ ഗ്രാമഫോണിൽ ഓരോ യൂണിറ്റിക്കും അവരെ സ്റ്റോറി ഉണ്ട് പറയാൻ വേണ്ടി. അത് വലിയ സാധനമാണ്. പിന്നെ ഈ സൂത്രധാരനിൽ ഒരു കലാഭമണിയുണ്ട്, പുള്ളിയുണ്ട്. അപ്പം പുള്ളീൻ്റെ ആ ഒരു സീൻ പറയുന്നു, നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ ജോലി ചെയ്യുന്നു, പിന്നെ ആക്സിഡന്റ് ഒന്ന് കാണുന്നു എന്നുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാധനം ഇല്ല കൈ. അല്ല എനിക്ക് തോന്നുന്നു ഇവിടെ ഡയറക്ടർമാരായാലും പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് പോകുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരിക്കും പോകണം, എങ്കിലേ അവർ പൈസ മുടക്കുള്ളൂ. നായകനെ മാത്രം വെച്ചിട്ടൊന്നും ഇവിടെ കോമഡി സിനിമ ഇവരാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലേ ആൾക്കാരും കയറുള്ളൂ. പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്നു കുറച്ച് കോൺഫിഡന്റ് ആവണമെങ്കിൽ ഇതുപോലുള്ള ആരെങ്കിലും. അല്ല സ്ലാപ്സ്റ്റിക് കോമഡി ഇപ്പൊ ഇല്ലല്ലോ. അന്ന് സ്ലാപ്സ്റ്റിക് കോമഡിയല്ലേ എല്ലാം കൊണ്ട് ഡയലോഗ് പറച്ചില്ലല്ലേ എല്ലാം അടിച്ചടിച്ച് നിന്നത്. അതില്ലല്ലോ, അതിപ്പോ ഇല്ല. അത് ഇനി പാടി തന്നെ അങ്ങനെ ഇതുപോലത്തെ ലെജൻസ് വരാൻ പാടായിരിക്കും. ഇനി ആൾക്കാർ കാണുമായിരിക്കും, മേ ബി ഒരു ഷോർട്ട് സ്പാനിൽ കുറച്ച് പടം ചെയ്തിട്ട് പോകും, അങ്ങനെയായിരിക്കും. പക്ഷേ എവരെന്ന് വെച്ച് കഴിഞ്ഞാൽ തുടക്കം തൊട്ട് കൊടുക്കും അവർ, അല്ല അവരുടെ ലാസ്റ്റ് ടൈം വരെയും അവർ ക്യാരി ചെയ്തുകൊണ്ട് പോകും. ആ എല്ലാ സിനിമകളിലും അവർക്കൊരു ക്യാരക്ടർ കൊടുക്കാനുള്ളത് നമുക്ക് തോന്നും. പക്ഷെ ഇനി അങ്ങനെയുള്ള ആൾക്കാർ വരുമെന്നുള്ളത് അറിഞ്ഞു. അങ്ങനത്തെ സിനിമകളും ചാൻസ് കുറവാണ്. പിന്നെ സിനിമ സിനിമയും ചാൻസ് കുറവാണ്. ഇങ്ങനെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ
വിശ്വസിച്ച് ചെയ്യിപ്പിക്കാൻ പറഞ്ഞ ആൾക്കാർ ഇല്ല ഇല്ല പുള്ളിക്കാരൻ സ്റ്റേജിൽ ചെയ്ത് 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 പുള്ളിക്ക് അറിയാം, പൾസ് അറിയാം. പൾസ് കറക്റ്റ്. അല്ല പുള്ളി ബാക്കിയുള്ളവരുടെ അടുത്ത് ഭയങ്കര നല്ല റാപ്പ് വേണം തോന്നിയിട്ടുണ്ട്. ടിനി ടോമിന്റെ ഒക്കെ ചോദിക്കില്ലേ, ടിനി ആരായിരുന്നു ഇപ്പൊ ചെയ്ത്, അത് വേറെ ആരെങ്കിലും ആണെങ്കിൽ അത് ഔട്ടൊന്നും വിടൂല, ഇത്രയും ഫ്രീഡം ഉള്ള ആളത് ആരായിരുന്നത് അത് പുള്ളി ആരാ ചെയ്യണത്? ആരെയോ ചെയ്യുമ്പോഴത്തേക്ക് ചോദിക്കും ആരായിരുന്നിട്ടില്ലേ, അതൊക്കെ അഴിച്ചു വെച്ചു കൊടുക്കണ. അല്ല പുള്ളി സാധാരണ സംസാരിക്കുമ്പോഴും ഭയങ്കര ഹ്യൂമർ ആണ്, അല്ലാതെ മറ്റേ ഇത് ജഗദീഷ് ശ്രീമാറിനെ പോലെ സീരിയസ് അങ്ങനെ പുള്ളി അങ്ങനെ ഹ്യൂമർ അപ്പോഴാണ് നമുക്ക് ഇത് മൊത്തത്തിൽ ഈ ഡയലോഗ് പറച്ചിലും ഇങ്ങനെ എന്നല്ലോ സിനിമയിലും ഒന്ന് തോന്നും. ജയശ്രീമാർ വേറൊരു ഇതാണ്, സിനിമ കഴിഞ്ഞിട്ട് ഈ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോഴത്തേക്കും വേറൊരു ആളായിട്ടാണ് നമുക്ക്. പക്ഷെ പുള്ളി സലീംകുമാർ നല്ലോണം സംസാരിക്കും, ഇംഗ്ലീഷ് സാധനമാണ് സംസാരിക്കും. പക്ഷെ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ആ കോമഡി വളരെ കാര്യമായിട്ട് കുറച്ചുകൂടെ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ. പക്ഷെ ജഗതിയൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ ട്രഡീഷണലിസ്റ്റ് ഇന്റലക്ച്വലിസ്റ്റ് ആണ്. പുള്ളി ചിരിച്ചോണ്ട് ഇന്റർവ്യൂ കൊടുക്കണത് വളരെ വിരളമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. സീരിയസ് ആക്കിയിട്ടാണ്. ശ്രീനിവാസനും അങ്ങനെയാണ്, കാര്യങ്ങൾ നല്ല കിടിലായിട്ട് പറയുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ കോമഡി സാധനങ്ങൾ. മമ്മൂട്ടിനൊക്കെ മമ്മൂട്ടിനെ ഇങ്ങനെ തന്നെ പിടിച്ചിരുത്തില്ല എന്നുള്ള രീതിയിലാണ്. അല്ല മമ്മൂട്ടി ചെയർമാനായിട്ടുള്ള കൈരളിയില് കുറ്റിയിൽ എന്താ ഞാൻ വേറെ പുള്ളിയെ കമന്റിലേക്ക് കുറ്റിയിൽ ചാണ്ടി എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത്. എന്നാ വേറൊരു പേരുണ്ട്, ഇതെന്താ ചാണ്ടിക്കുഞ്ഞിന്റെ ഒന്നാം വരെ ഉണ്ടായിരുന്നു. അത് ഗോൾഡൻ സാധനങ്ങളാണ്. മറ്റേ പേളി മണിയുടെ സാധനത്തിലാണ് ഞാൻ പറഞ്ഞത്, മറ്റേ ഇരുത്തിക്കൊണ്ട് താറ്റുന്നത്. അല്ല അത് ആക്ച്വലി വലിയ നടൻ ഇപ്പം മമ്മൂട്ടിയൊക്കെ പോലത്തെ ഒരു അങ്ങനത്തെ ഒരു സൂപ്പർ സ്റ്റാർസ് ഒക്കെ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ ചിലപ്പോൾ അങ്ങനെ സ്പേസേ കൊടുക്കൂല ഇവർക്കൊക്കെ സംസാരിക്കാൻ, ഇങ്ങനെയൊക്കെ ഒന്ന് ഇതാവാനുള്ള സ്പേസ് പോലും ചിലപ്പോൾ കൊടുക്കൂല. ഫാൻസും വെറുതെ വിടൂല. അവർ ആലോചിക്കുന്നു, വിജയൊക്കെ ഫ്രണ്ട് നിർത്തിയിട്ട് ഇപ്പുറത്തുനിന്ന് വടിയേലോ വേറെ ആരെങ്കിലും താറ്റുകയാണെങ്കിൽ അവര് താറ്റാനുള്ള സ്പേസും കൊടുക്കൂല, അവര് ബാക്കിയുള്ളവർ കേട്ടോണ്ടിരിക്കും. ഇവിടെ അങ്ങനെ ഇല്ല, അവർക്ക് ഇല്ല ആ ഒരു സാധനം ഉണ്ട്. ഒരു രാഷ്ട്രീയ ബോധം ഉണ്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം സംസാരിച്ചാലും അത് പേഴ്സണലായിട്ട് എടുക്കാതെ, ഒരു പൊതുവെ സംസാരിച്ചാലും വിമർശിച്ചാലും അങ്ങനെ പേഴ്സണലായിട്ട് അധികം അങ്ങനെ ആൾക്കാർ എടുക്കാത്തൊരു ഇതുണ്ട് മൊത്തത്തിൽ. അതൊരു റെസ്പെക്ട് എവരും കൂടി കൊണ്ടുവന്നതാണ്. അവർക്കും അറിയാം ഇപ്പം പുള്ളി ഇല്ലാത്തൊരു സിനിമ അവർക്കും ഇപ്പം മമ്മൂട്ടിക്കോ മോഹൻലാലിനോ ഒക്കെ ആണെങ്കിലും ഒറ്റയ്ക്ക് ഒരു സിനിമ കോമഡി പടവും സൗഹൃദം അവർക്ക് ഈ ആ സ്റ്റേജിൽ ആ മൊമെന്റിൽ നിൽക്കുന്നതിന്റെ അപ്പുറം ഒരു സൗഹൃദം അവർക്കുണ്ട്. അത് ബിൽഡ് ചെയ്ത് വന്നതിന്റെ ഒക്കെ ഒരു പുള്ളിന്റെ മറ്റേ പഴയ പുള്ളി ഇതിന് മുന്നേ ഈ തെങ്കാശേട്ടനും വരുന്നതിന് മുന്നേ കുറെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മൈഡിയർ കരടിയിലൊക്കെ ഉണ്ട്. മൈഡിയർ കരടി മാട്ടുപെട്ടി മച്ചാനില് ജഗതി മറ്റേ ഇത് മറ്റേ അളിയനായിട്ട് വരുമല്ലോ, മറ്റേ ഇത് കൊടുക്കണത് മീൻ കൊടുക്കുന്നത് അത് വേറൊരു സാധനം. ഹൈദരാബാദിലെ മീനെന്ന് പറഞ്ഞ് തോട്ടില് പൈസ വാങ്ങിയിട്ട് തോട്ടിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന് അളിയനെ വലിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജഗതി നല്ല രസമായിരുന്നു. അതില് പഴക്കൊലയൊക്കെ പുള്ളിയുടെ ക്യാരക്ടർ എനിക്ക് തോന്നുന്നു മറ്റേ കലാപമണി കാണാനില്ല എന്നും പറഞ്ഞ് പരസ്യം ടിവിയിൽ പരസ്യം കൊടുക്കും. കാണാനില്ല. ലുക്ക് ഭയങ്കര വ്യത്യാസം ആ സമയത്ത്. മെലിഞ്ഞിട്ട് ചെറിയ മീശയൊക്കെ വെച്ചിട്ടുള്ള തുടക്ക സ്റ്റേജ്. പിന്നെ സിനിമാലയിലും ഉണ്ടായിരുന്നു. സിനിമാലയില് കോമിക്കോള അങ്ങനെ കോമിക്കോള ഉണ്ട്. ടെലിഫീൽഡിലും ഉണ്ട്. ഈ തെങ്കാശി പട്ടണം കഴിഞ്ഞ പിന്നെ എനിക്ക് ഒരു ബ്രേക്ക് വന്നതെന്ന് തോന്നുന്നു. നമുക്ക് തെങ്കാശി പട്ടണമാണെന്ന് തോന്നുന്നു ബ്രേക്ക്. തെങ്കാശി പട്ടണത്തിന് മുമ്പെയാണ് ഈ വൺ മാൻ ഷോ 2000 സമയത്താണ് തെങ്കാശി പട്ടണം. പിന്നെ പറക്കും തെളികയില് അത് കൂടെ കുറച്ച് കഴിഞ്ഞിട്ടാ 2000 കുറവാണ്. പക്ഷെ എപ്പിക് സാധനങ്ങളാണ്. അശോകന്റെ ഒരു ഇത് ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് പുള്ളിയുടെ വരുന്നത്. പഞ്ചാബി ഹൗസ് കഴിഞ്ഞ് ഹരിശ്രേഷവനൊക്കെ വേണ്ടി പിന്നെ അത് കഴിഞ്ഞ് പയ്യാണ് ഇതിനകത്തോട്ട് കയറുന്നത്. അല്ല സത്യം പറഞ്ഞ ഈ ഒരു സംഭവം വഹിച്ചെന്നുള്ള സാധനം വന്നിട്ട് നമ്മള് പുള്ളിയെ കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ആ ക്യാരക്ടേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് എല്ലാ മലയാളികളിലും കോമണേഴ്സിനെല്ലാം ഭയങ്കര റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ്.
ഒരിക്കലും ഇതാ പോവില്ല, നമ്മളെ നിന്ന് ഒരിക്കലും പോവാത്ത മെമ്മറീസ് ആണ്. ഇതൊക്കെ നമ്മൾ എത്ര വർഷങ്ങൾക്ക് മുന്നേ കണ്ട പടങ്ങളാണ്. സ്റ്റിൽ നമുക്ക് ആ സാധനങ്ങളൊക്കെ ഓർത്തിരിക്കണമെങ്കിൽ അത്രയും നമ്മൾ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ് ആ സാധനങ്ങൾ. ചിലപ്പോൾ നമ്മുടെ ലൈഫിലെ മൊമെന്റ്സ് പോലും നമുക്ക് ഇപ്പൊ ആ സമയത്ത് ഓർക്കാൻ പറ്റില്ല. പക്ഷെ ഈ സാധനങ്ങൾ നമ്മളിൽ അത്രയും ഡീപ്പായിട്ടുള്ളതുകൊണ്ടാണ് നമുക്കത് ഓർമ്മിക്കാൻ പറ്റുന്നത്. എത്ര റീവാച്ച് ചെയ്ത് പെട്ടെന്ന് പുള്ളി വയ്യാണ്ടായി പിന്നെ ബാക്കിലോട്ട് വന്നത്. പിന്നെ ഇടയ്ക്ക് പറഞ്ഞത് ദുൽഖറിന്റെ ഇടയ്ക്ക് പുള്ളിയൊക്കെ സിനിമയിൽ അഭിനയിച്ച് ചെറിയ സ്റ്റേജിൽ അല്ല, ഇടയ്ക്ക് വെച്ചൊന്നും സ്റ്റേജിൽ വന്നായിരുന്നു. ഈ കോൺഗ്രസിന്റെ ഇത് സംസാരിച്ചായിരുന്നു. ഒരു 2 ആഴ്ചക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. മോഹൻലാലിന്റെ കൂടെ ഇരിക്കും. മോഹൻലാൽ നോക്കുന്നിട്ട് ഇതിനെ കോളറൊക്കെ പിടിച്ചിട്ടുണ്ട്. അല്ല ഇപ്പം മറ്റേ എനിക്ക് ചലച്ചിത്ര അക്കാദമിന്റെ ഹെഡ് എന്ന സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് പുള്ളി ഹെൽത്ത് ഒക്കെ ആയിരുന്നെങ്കിൽ പുള്ളി എന്തായാലും ആവാൻ. പുള്ളി ജഗദീഷ് പ്രേംകുമാർ ഒരു 3 നേരം കൊണ്ടുവന്നുണ്ടായിരുന്നു. പുള്ളിക്ക് ഹെൽത്ത് ഒക്കെ ആണെങ്കിൽ നല്ല കഴിവുള്ള മനുഷ്യനാണ്. ആ ഒരു വിഷനും ഉണ്ട് നല്ലതായിരുന്നു. അപ്പോൾ പെട്ടെന്നൊരു ലോസ് ശരിക്കും നമുക്കത് പേഴ്സണലി ആണ്. നമുക്കും എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഇതൊരു ഇതായിരിക്കും. നേരത്തെ പറഞ്ഞില്ല, അത്രയും കോമൺ ആയിട്ടുള്ള ആൾക്കാർ വരെ പുള്ളിയുടെ ക്യാരക്ടറൊക്കെ വെച്ചിട്ട് അത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സംസാരിക്കണമെങ്കിൽ കോമൺ ആൾക്കാർ എല്ലാവർക്കും ഭയങ്കര എല്ലാവരുടെയും വീട്ടിൽ എല്ലാവരും എപ്പോഴെങ്കിലും ചിരിച്ചിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും ഒരു അതങ്ങനെ ജനറേഷൻ ഇന്ന ആളെ ചിരിപ്പിക്കും അങ്ങനെ ഒരു ട്രെൻഡ് വെച്ചിട്ടല്ല പുള്ളിയുടെ ഇതല്ല. അതാ ഇപ്പോഴത്തെ സ്റ്റിക്കേഴ്സ് അയക്കുന്നതിൽ കാണുമ്പോൾ എല്ലാവർക്കും അത് പിന്നെ നമ്മളെ പ്രത്യേകിച്ച് നമ്മളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരണ ആ ടൈം ഉണ്ടല്ലോ, നമ്മളാ നമ്മുടെ ഹ്യൂമർ അല്ല ഹ്യൂമറല്ല നമ്മളെ മൊത്തത്തിലുള്ള നമ്മളെ വ്യക്തിത്വം എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ നമ്മള് കൂടുതൽ ഇത് സംസാരിക്കുമ്പോ റെഫറൻസ് എടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പോഴ് ഇതില് മിക്ക എനിക്ക് തോന്നുന്നു കൂടുതൽ റെഫറൻസ് ഈ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കുമ്പോൾ കുറെ റെഫറൻസ് എടുക്കും. മലയാളിലുള്ള സമയം വരെയും പുള്ളി എന്തായാലും ജീവിക്കും. നമ്മളുടെ മെമ്മറീസിലൊക്കെ എന്തായാലും അത് കാണും. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ എന്റർടൈനിങ് അസ് ഇത്രയും നാള്. ഇതൊരു ഭയങ്കര മിസ്സായിരിക്കും, മലയാളം ഫിലിം ഇൻഡസ്ട്രിക്ക് ഭയങ്കര ഒരു മിസ്സായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒരു ചെറിയൊരു ട്രിബ്യൂട്ട് എപ്പിസോഡായിരുന്നു. അപ്പോൾ താങ്ക് യു സലീമേട്ട ഫോർ എന്റർടൈനിങ് അസ്. താങ്ക് യു.